അതികഠിനമായ പോരാട്ടമാണ് റൗണ്ട് ഓഫ് 32-വിൽ അർജന്റീന നേരിട്ടത്. കേപ്പ് വെർദേക്ക് മുന്നിൽ 3-2 എന്ന സ്കോറിനാണ് അർജന്റീന വിജയിച്ചു കയറിയത്, അതും ആഡ് ഓൺ ടൈമിൽ. വലിയ മാറ്റങ്ങൾ തന്നെ ടീമിലുണ്ടാകുമെന്ന് മത്സരം കണ്ടപ്പോഴേ വ്യക്തമായിരുന്നു. അർജന്റീൻ മധ്യനിര മുഴുവനായി ഡിസ്ട്രോയ് ചെയ്ത നിലയിലായിരുന്നു മത്സരത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടത്. ആദ്യ പകുതിയിൽ മികച്ച രീതിയിൽ കളിച്ച അർജന്റീന രണ്ടാം പകുതിയിൽ കളി മറക്കുന്ന രംഗങ്ങളാണ് കണ്ടത്. പല സമയങ്ങളിൽ അർജന്റീൻ മധ്യനിരയിൽ നിന്നുള്ള മിസ്പാസുകൾ കണ്ടു, ഹൈ പ്രസിങ്ങുകൾ കണ്ടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും മത്സരത്തിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചു. കേപ്പ് വെർദയെ മറികടന്ന അർജന്റീനയ്ക്ക് റൗണ്ട് ഓഫ് 16-ൽ കാത്തിരിക്കുന്നത് ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്താണ്. കഴിഞ്ഞ മത്സരത്തിലെ നിറം കെട്ട പ്രകടനവും അതിനുശേഷമുള്ള പരിശീലകൻ സ്കലോണിയുടെ വാക്കുകളും നൽകുന്ന സൂചന വ്യക്തമാണ്. ഈജിപ്തിനെതിരായുള്ള റൗണ്ട് ഓഫ് 16 മത്സരത്തിൽ അർജന്റീനയുടെ ആദ്യ 11-ൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. TYC ലേഖകനായ ഗാസ്റ്റിൻ എഡ്യൂളിൻ്റെ വിവരങ്ങളനുസരിച്ച് അർജന്റീൻ മധ്യനിരയിൽ കാര്യമായ മാറ്റങ്ങൾ തന്നെ സ്കലോണി ആലോചിക്കുന്നുണ്ട്. പ്ലേയിങ് 11-ൽ കാര്യമായ മാറ്റം തന്നെ ഉണ്ടാകുമെന്ന് സ്കലോണി വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് വൻ അഴിച്ചുപണി അർജന്റീൻ ടീമിൽ നടക്കുമെന്ന കാര്യമാണ് ഗാസ്റ്റിൻ എഡ്യൂൾ നൽകുന്ന സൂചന. ഒരു മാറ്റം എങ്ങനെയായാലും ഉണ്ടാകും. അത് അർജന്റീൻ മധ്യനിരയിൽ നിന്ന് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനം പിടിക്കുന്ന സൂപ്പർ താരം തിയാഗോ അൽമേഡ അർജന്റീന ആരാധകരോ ടീമോ ഒന്നും പ്രതീക്ഷിക്കുന്ന അത്ര പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. സ്കലോണി കരുതിയതുപോലെ ഫോമിലേക്ക് ഉയരാനും തിയാഗോ അൽമേഡയ്ക്ക് സാധിച്ചില്ല. അടുത്ത മത്സരത്തിൽ അദ്ദേഹം പ്ലേയിങ് 11-ൽ ഉണ്ടായേക്കില്ലെന്നാണ് ഗാസ്റ്റിൻ എഡ്യൂളിൻ്റെ റിപ്പോർട്ട്. അദ്ദേഹത്തിന് പകരം ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ കളിക്കുന്ന ലിയാൻഡ്രോ പരഡസിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താനാണ് സ്കലോണിയുടെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ. അറ്റാക്കിംഗ് രീതിയിലോട്ട് കളി മാറുകയാണെങ്കിൽ ജിവാനി ലോസെൽസോക്കും സാധ്യതകളുണ്ട്. അതേസമയം ഡിഫൻസിലും മുന്നേറ്റത്തിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയൂ. ലൗത്തോരോക്ക് പകരം ഹൂലിയൻ അൽവരസ് പ്ലേയിങ് 11-ൽ ഉണ്ടാകുമോ എന്ന കാര്യവും സ്കലോണി ആലോചിക്കുന്നുണ്ട്. ഏതായാലും വമ്പൻ അഴിച്ചുപണി തന്നെയായിരിക്കും സ്കലോണി നടത്തുക. കാര്യമായി പ്ലേയിങ് 11-ൽ മാറ്റം വരുത്താത്ത സ്കലോണി ഈ വലിയ മാറ്റത്തിന് മുതിരുമെന്ന് TYC ലേഖകനായ അർജന്റീൻ മാധ്യമപ്രവർത്തകൻ ഗാസ്റ്റിൻ എഡ്യൂൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേപ്പ് വെർദേക്കെതിരായുള്ള പോരാട്ടത്തിൽ റോഡ്രിഗോ ഡിപ്പോളിന് പകരം മത്സരത്തിൻ്റെ 86-ാം മിനിറ്റിൽ കളത്തിലിറങ്ങിയ ലിയാൻഡ്രോ പരഡസ് കയ്യടി അർഹിക്കുന്ന പ്രകടനമാണ് നടത്തിയത്. അദ്ദേഹം ഇറങ്ങിയതിനു ശേഷം ഒരുപാട് റിക്കവറികളും മധ്യനിരയിലെ ഹൈ ഇൻറ്റൻസീവ് ഫുട്ബോളും നമുക്ക് കാണാൻ സാധിച്ചു. ഏതായാലും വലിയ മാറ്റങ്ങൾക്ക് തന്നെയാണ് സ്കലോണി ഒരുങ്ങുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.